സൗജൈനി അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇത്തിഫാഖ് കൊണ്ട് ഒരു പറയുന്നത് നിക്കാഹ് ശരിയല്ല, ഭാര്യയും ഭർത്താവും ഒരുപോലെ സമ്മതിക്കുന്നു, നിക്കാഹിൽ പിഴവുണ്ട്, എന്നാലോ നിക്കാഹ് പോയതന്നെ സൗജൈനിയാണല്ലോ ഇതിൽ ഏറ്റവും തരപ്പെട്ട ആള്. ബുദ്ധിലാൻ ബോധ്യപ്പെടുക എങ്ങനെയാണ്? വൈന്നമായ തബയ്യനുൽ ബുത്ലാനു ബിബയ്യിനത്തിൻ അവ ഇത്തിഫാഖി സൗജൈനി. നിക്കാഹ് ബാത്തിലാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന് രക്ഷയുണ്ടോ? എങ്ങനെ ബോധ്യപ്പെടല്? സാക്ഷി മുഖേന ബോധ്യപ്പെടും. വൈന്നമായ തബയ്യനുൽ ഫിസ്ഖു പറഞ്ഞത്. ഫിസ്ക് ബോധ്യപ്പെടുന്ന കൈഫിയത്ത് എങ്ങനെയാണ്? ഫിസ്ക് എങ്ങനെയാ ബോധ്യപ്പെടുക? ഒന്ന് പറഞ്ഞു ബയ്യനത്ത്. അവിത്തിഫാഖി സൗജൈനി, എന്താണ് സൗജൈനി ഇത്തിഫാഖാവുക അലാ ഫിസ്ഖിഹിമ, അലാ ഫിസ്ഖിഹിമ, അലൽ ഫിസ്ഖിയോ വൈരിഹി വെക്കണം. ഫിസ്ക് മാത്രമൊന്നല്ലല്ലോ, ഇവിടെ തകരാറുണ്ട്. ഫിസ്ക് മാത്രമേ തകരാറുള്ളൂ. സാക്ഷിക്ക് കൊള്ളാത്ത തകരാറ് ഇന്നയാക്കുണ്ട്, വേറെയും തകരാറുണ്ടാവില്ലേ? ഒരു ഉദാഹരണം പറഞ്ഞത് അലാ ഫിസ്ഖിഹിമാ. എപ്പോൾ ഫിസ്ക് ഉണ്ട്? ഇൻകൽ അഖ്ദീൻ. സൗജൈനി ഇത്തിഫാഖായത് അഖ്ദിന്റെ നേരത്താ. അങ്ങനെ അഖ്ദ് തുടങ്ങോ? ഇത്തിഫാഖി സൗജൈനി അലാ ഫിസ്ഖിഹിമാ എന്ന് പറയും. നിക്കാഹ് ബാത്തിലാണ് എന്ന് ബോധ്യപ്പെടുന്ന കൈഫിയത്ത് ഒന്ന് രണ്ട് മഹാന്മാർ തെളിയിക്കുക. വലിയ ശരിയല്ല, സാക്ഷി ശരിയല്ല, സീഗ ശരിയല്ല എന്നെങ്കിൽ ഇത്തിഫാഖി സൗജൈനി. ഭാര്യ ഭർത്താക്കന്മാർ ഏകോപിച്ച് പറയുന്നു അലാ ഫിസ്ഖിഹിമാ. ഷാഹിദൈനി എന്താണ്? എപ്പോൾ? അഖ്ദിന്റെ സമയത്താ ഏകോപിച്ചത്? അഖ്ദിന്റെ സമയത്ത് ഏകോപിച്ചിട്ടുണ്ടെങ്കിൽ അഖ്ദ് നടത്തോ? പിന്നെ അതുകൊണ്ട് നമ്മളുടെ നിക്കാഹൊന്ന് മാറ്റണമെന്നാണ് ഉണ്ടാക്കാൻ കഴിയും. രണ്ടാളും പറയണം സവാവൻ അലിമാ ബിഹി ഇൻദഹു അം ബഅദഹു. സവാവൻ അലിമാ ബിഹി. അഖ്ദിന്റെ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, പറയാൻ ധൈര്യം കിട്ടാത്തതുകൊണ്ട് ഓർമ്മ ഉണ്ടായിരുന്നു. അഖ്ദിന്റെ നേരത്തല്ലേ എന്നാ പറയേണ്ടത്? ഇങ്ങനെ അഖ്ദാക്കൂലല്ലോ, സാക്ഷിനെ മാറ്റൂലേ? അന്നേരം പറയേണ്ടതായിരുന്നു. പക്ഷെ അവർ ശ്രമിച്ചില്ല, എന്നാലും കണക്കല്ലേ. അമ്പായതാക്കൂ പക്ഷെ മാലം യുഖിറാ ഖബുലു ഇന്ന ഹാകിമിൻ അന്നഹു ബിഅദ്ലൈനി വയഹ്കും ബിസിഹതിഹി. പക്ഷേ പിന്നീട് പരാതി പറഞ്ഞാല് ഈ നിക്കാഹ് നാമാവിശേഷമാവും എന്ന് പറഞ്ഞപ്പോഴും മാലം യുഖിറാ ഖബുലു. ഷാഹിദൈനിക്ക് ഫിസ്കുണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് അവർ ഇഖ്റാർ ചെയ്തിട്ടില്ലെങ്കിലാണ് ഒരു ഹാക്കിമിൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പോൾ ഇവിടെ ഈ നിക്കാഹ് നടന്നില്ലേ, ആ നിക്കാഹ് ആദിലൈനി കൊണ്ട് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, ആരും സംശയിക്കേ വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അത് തെളിവാക്കിയിട്ടുണ്ട്. ഇവർ പറഞ്ഞാൽ നിക്കാഹ് അലങ്കോലപ്പെടുത്തി മാറ്റണം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അതെപ്പോഴാണ്? മാലം യുഖിറാ ഖബുലു ഇൻദ ഹാകിമിൻ അന്നഹു ബിഅദ്ലൈനി. എന്നിട്ട് വയഹ്കും, ആ ഹാക്കിമും ഇരിക്കുകയും ചെയ്തു ബിസിഹതി. ഇവർ നിക്കാഹ് കഴിഞ്ഞ പാട് പോയിട്ട് കാവിനെ സമീപിച്ചു, അവരോട് പറഞ്ഞു ഇങ്ങനെ രണ്ടാളുണ്ട്, ആ രണ്ടാളെങ്ങനെ
ഒരു ആദ്യം തന്നെ ഈ സംശയമില്ലല്ലോ. ഇല്ല, നിക്കാഹ് ശരി ഇന്ന് പറഞ്ഞതിൻ്റെ പിറ്റേന്നാണ് ഇവർ പറയുന്നത് രണ്ടാളെന്താണ് എന്നാൽ അവർ ഇഖ്റാർ ചെയ്തതാണ് ഹുജ്ജത്തായിട്ട് പിടിക്കുക. അപ്പം എന്താവില്ല, ഇല്ല. അവർ രണ്ടാളും ഹാക്കിമിൻ്റെ അടുത്ത് തുറന്ന് സമ്മതിച്ചു. അതിൻ്റെ പിറകെയാണെന്ത് പറയുന്നു, എന്നാലും യുൽത്തഫത്ത് ലം യുൽത്തഫത്ത് ലിത്തിഫാഖിഹിമാ, അവരുടെ ഇത്തിഫാഖിലേക്ക് നോക്കൂല. അവരുടെ ഇത്തിഫാഖെല്ലാം കള്ളത്തരാണ്. എന്തുകൊണ്ട്? ഇതിന് മുമ്പ് തന്നെ അവർ ഒരു ഹാക്കിമിൻ്റെ അടുത്ത് പോയി. ആ ഹാക്കിം ക്രോസ് ചെയ്യുമ്പോൾ ഇവർ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, അതിലാണെന്ന് എനിക്ക് അങ്ങനെ തന്നെ കടന്നോട്ടെ എന്നും പറഞ്ഞിട്ടില്ലേ. പിന്നെ എങ്ങനെ ഇപ്പം തകരാറ് ആയി ഭിന്നിസ്വത്തിൽ ചെയ്യാം. ദൗജ് ദൗജാവൂല, ദൗജത്ത് ദൗജത്വം ആവില്ല. അതാണ് പറഞ്ഞത്. ലാല് തഖ്ദീരി നിക്കാഹി, നിക്കാഹ് ഇപ്പോൾ നിലനിർത്താനല്ല, നിക്കാഹ് നിലനിർത്തുന്നല്ല പറഞ്ഞത്. അവരുടെ വാക്ക് കൊണ്ട് എന്താവൂല, വൈലാലം യുൽത്തഫത്ത് എന്താണ്, വൈലാലം യുൽത്തഫത്ത് എന്താണ് നോക്കൂല. എന്താണ് ലാലി തഖ്ദീരി നിക്കാഹി, നിക്കാഹ് തഖ്ദീറാക്കാനല്ല ഈ ഉപകരിക്കൂല എന്ന് പറഞ്ഞത്. അത് ബാത്തിൽ തന്നെ. അത് ഇവർ രണ്ടാളും ഇത്തിഫാഖ് സമ്മതിച്ചല്ലോ. അപ്പൊ നിക്കാഹ് ഏതായാലും ഇടില്ല. പിന്നെ സമർത്ഥിക്കാൻ ഈ വാക്ക് മതിയാ. ഈ ഭിന്നിസ്വത്തിൽ എന്താണ് നഫഖ, മഹർ, മറ്റുള്ളത് അതിനെ തൊട്ടൊന്നും രണ്ടോടാൻ ഈ തെളിവ് മതിയാവോ? ഞങ്ങൾക്കിടയിൽ നിക്കാഹില്ല എന്ന് പോലും ഓരല്ലേ ഒരു ഹാക്കിമിൻ്റെ അടുത്ത് പോയിട്ട് നിക്കാഹ് ശരി തന്നെയെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇവരുടെ വാക്ക് കൊണ്ട് അമൽ ചെയ്യൂല. നിക്കാഹ് ഉണ്ട് എന്നല്ല പറയുന്നത്. നിക്കാഹ് ഏതായാലും പോയിരിക്കും. ലാലി തഖ്ദീരി നിക്കാഹി എന്താ, ലാലി തഖ്ദീരി നിക്കാഹി പറഞ്ഞെന്താ, ഇവരുടെ ഈ വാക്ക് കൊണ്ട് ഹുഖൂഖു സൗജീനിയിൽ നിന്ന് രക്ഷപ്പെടോ? കാരണം ഇവർക്കിടയിൽ എന്തുണ്ട് എന്നാ ആ ഹാക്കിമ് പറഞ്ഞത്, നിക്കാഹുണ്ട്. ഇവർ പറഞ്ഞില്ലേ രണ്ട് ആദിൽ തന്നെയാണ് അന്ന് സാക്ഷിയായിട്ടുണ്ടായത്. അപ്പൊ എന്താവും, നിക്കാഹ് ബാത്തിൽ തന്നെ. ഇവർക്ക് തുടരാൻ പറ്റില്ല. സാക്ഷി ശരിയല്ല എന്ന് സമ്മതിച്ചു കളഞ്ഞല്ല. ഇഖ്റാർ ചെയ്തുകൊണ്ട് നിക്കാഹ് ഉണ്ടെന്ന് പോയി. അപ്പൊ ഒന്നും കൊടുക്കാണ്ട് രക്ഷപ്പെടോ? അൽ മത്ലബ് എന്ന കിതാബിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. അൽ മത്ലബ് ഇബ്നുൽ അൽ മത്ലബ് അദമു ഖബൂലി ഇഖ്റാറി സഫീഹത്തി, പൊട്ടത്തിപ്പണ്ണിന്റെ മൊഴി സ്വീകരിക്കാൻ പാടില്ല. പൊട്ടത്തിപ്പണ്ണ് സഫീഹത്തി, വിട്ടിപ്പണ്ണ്. ഫീ ഇബ്താലി മാ സബത ലഹാ മിനൽ മാൽ, അവൾക്ക് അവകാശപ്പെട്ടതായ എന്ത് മുടക്കമാക്കാൻ. അതുപോലെ തന്നെയാണ് ആരത് സഫീഹത്തിന്റെ ഇഖ്റാർ കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല എന്നാ പറയും. ഓക്ക് നിക്കാഹ് വകയിലോ എന്തെങ്കിലും വകയിൽ അവർക്ക് പണം പാസ്സായിട്ടുണ്ട്. അത് ഇല്ലാണ്ടാക്കുന്ന രൂപത്തിലാണ് ആരുടെ ഇഖ്റാർ, അല്ലെങ്കിൽ അമത്തിന്റെ അവളുടെ ഇഖ്റാറായിട്ട് എടുക്കാൻ പറ്റില്ല. കൊടുക്കാനുള്ളത് എന്ത് വേണം? സുമ്മ ഒരു കാര്യം പറയട്ടോ, മുത്തുലാനുഹു ഇത്തിഫാഖിഹിമ, നേരത്തെ പറഞ്ഞില്ലേ ഇത്തിഫാഖി സൗജൈനിൻ, അത് ഇന്നമാ ഹുവ ഫീമാ യതഅല്ലഖു ബിഹഖിഹിമ, അത് എവിടെ മാത്രമേ ഉപകരിക്കുള്ളൂ? ബന്ധപ്പെടുന്നതിൽ. മറ്റേയാൾ ഭർത്താവല്ല, ഇയാൾ ഭാര്യയല്ല, പരസ്പരം മുത്താൻ പാടില്ല, ബന്ധപ്പെടാൻ പാടില്ല എന്നെല്ലാം വരും. ദൂന ഹക്കില്ല ഹിത്തായല്ല, അള്ളാന്റെ ഹക്കില്ല നാട്ടു നടപ്പില്.
അള്ളാഹുവിന്റെ ഹക്കല്ല പറഞ്ഞത്, ബാത്തിലായി. അള്ളാഹിന്റെ ഹക്ക് അങ്ങനെ തന്നെ ഉണ്ട്. ഉദാഹരണം നോക്കി പറയൂ, തലഖഹ സലാസൻ. വഖാമ, രണ്ടാളും ഏകോപിച്ച് പറയുന്നു, അല്ലെങ്കിൽ തെളിവ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ സൗജി കൊണ്ടുവരുന്നു. ബയ്യിനത്തൻ ബിദാലിക ഔ ബിഗൈരിഹി, ഈ നിക്കാഹ് ശരിയേ അല്ല. അതുകൊണ്ട് തലാഖ് 3 ചൊല്ലിയത് 3 തലാഖായിട്ടില്ല. അവൻ നേരെ കെട്ടാനുള്ള പരിശ്രമം, അവൻ നേരെ കെട്ടുകയാണ് ചെയ്യുന്നത്. ഇന്നമാവ ഫീമായ തഅല്ലഖു ബിഹഖീമ എന്ന് പറഞ്ഞില്ലേ, അവരുടെ കാര്യത്തിൽ മാത്രമേ അത് ഉപകാരപ്പെടുള്ളൂ. അള്ളാഹുവിന്റെ ഹക്കിൽ അവരുടെ ഇത്തിഫാഖ് ഉപകരിക്കൂല. അവരുടെ സംസാരം കൊണ്ട് അള്ളാഹിന്റെ ഹക്ക് നീങ്ങി കിട്ടോ? ഉദാഹരണം, ഫലോ തല്ലഖഹ സലാസൻ, എന്താക്കി ثم توافقا എന്തായി أو أقاما. മത്ലബിൽ പറഞ്ഞ മസാല 234 ഇനിയും വരുന്നുണ്ട് ശരിക്കന്നെ. അപ്പോൾ മുൻസഫിൽ മത്ലബി എന്ന് പറഞ്ഞ മസാല 234 വേണ്ട പോലെ സമർത്ഥിക്കുന്നത്. അവിടെ പഠിച്ചാൽ മതി. ഈ മസാല പറ. ثم بطلانه باتفاقهما, നിക്കാഹ് ബാത്തിലാണ് എന്ന് പറഞ്ഞത് ബിത്തിഫാഖിഹിമാ ഇന്നമാ ഹുവ ഫീമാ യതഅല്ലഖു ബിഹഖിഹിമാ, ഫീമാ യതഅല്ലഖു ബിഹഖിഹിമാ എവിടെ മാത്രമാണ്? ദൂന ഹഖില്ലാഹി തആല, അള്ളാഹുവിന്റെ ഹക്ക് ഹക്കായിട്ട് തന്നെ നടത്തിക്കുക തന്നെ ചെയ്യും. നിക്കാഹ് പോയിരിക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും ഒഴിവാക്കി കൊടുക്കോ? ഒന്നും ഒഴിവാക്കി കൊടുക്കാൻ പറ്റില്ല. എന്താ ഉദാഹരണം നോക്ക്, പലോ തല്ലഖഹ സലാസൻ, നിക്കാഹ് കഴിഞ്ഞ് 3 തലാഖ് കൊടുത്തില്ലേ, പിന്നെ ഇവനിക്ക് കിട്ടൂല എന്ന് ജനങ്ങൾ പറഞ്ഞില്ലേ, എന്നിട്ട് സുമ്മ തവാഫഖാ, എന്താണ് എന്തായി? മാത്രം മതി. ദൗജത്ത് മാത്രം കൊണ്ടുവരുന്നത് 233 ഉണ്ട്. ഇവിടെ ഒരു പൊടിയെ വെച്ച് ദൗജ് മാത്രം കൊണ്ടുവന്നു. ദൗജത്ത് കൊണ്ടുവരുന്നത് പറയുന്നുണ്ട് 233 കണ്ടാ. എന്താ കൊണ്ടുവന്നത്? ബയ്യിനത്ത്, നേരത്തെ ചെയ്ത നിക്കാഹ് എന്താണ്? അതെന്തിനാ പറയേണ്ട ആവശ്യം? തലാഖാവൂല. അപ്പൊ എന്താ വേണ്ടി? ഇയാൾക്കിപ്പം തന്നെ കെട്ടാം. അതിനുള്ളൊരു തന്ത്രം. ഇയാളെ നിക്കാഹ് സുഖകരമായിട്ട് നടത്തിന്, നിക്കാഹ് ശരിയാണെന്നാണ് ഇപ്പം വിശ്വാസം. 3 തലാഖ് ചൊല്ലിയിട്ടുണ്ട്. ചൊല്ലിക്കഴിഞ്ഞാൽ പറയുന്നത് ഞാൻ ഇപ്പം തന്നെ ഈ പെണ്ണിനെ കെട്ടലായി. എന്തേ നിക്കാഹ് എന്തല്ല, അതുകൊണ്ട് എന്തല്ല. അപ്പൊ തഹ്ലീലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരടവ് ആയിട്ട് നമ്മൾ സംശയിക്കും. വേറൊരാൾ കെട്ടിയിൽ വിടാനുള്ള പ്രയാസം കണക്കിലെടുത്തുകൊണ്ടാണ് ഇയാൾ എന്താക്കിയത് ആയിരിക്കും. അപ്പം വിശ്വസിക്കാൻ പറ്റില്ല. അവനെ കൊണ്ട് പണിയെടുപ്പിക്കണം. ഒരു നിക്കാഹ് ഏതായാലും കഴിഞ്ഞതല്ലേ, 3 തലാഖും കേട്ടതല്ലേ, അവൻ തന്നെ വേണം. ലം യുൽതഫത് ലിദാലിക, ഇവന്റെ സമർത്ഥനമൊന്നും നമ്മൾ സ്വീകരിക്കൂല. വേറൊരാൾ കെട്ടിവിടലിനെ തൊട്ട് ഒഴിവാക്കാൻ ഇവർ 10,000 പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കൂല. നമ്മൾ അത് തന്നെ ആക്കും. കാരണം ഇയാളെ പറ്റി നല്ല സംശയമുണ്ട്. ഇത് ഇയാളെ 3 തലാഖ് ചൊല്ലി ആളായത് കൊണ്ട് ഈ പെണ്ണിനെ ആർക്ക് കിട്ടൂല. അന്ന് കണ്ടേരാം ഒരടവെടുത്തതുമാകാം. ഏത്? അതുകൊണ്ട് ജനമധ്യത്തിൽ നമ്മൾ എന്തായിട്ട് ചെയ്യേണ്ടി വേണം.
ദലീലില്ലാണ്ട് നമുക്ക് വെട്ടിച്ചേരാൻ പറ്റില്ല. അള്ളാന്റെ ഹക്കുകളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നിക്കാഹ് ശരിയാണെന്നും 3 തലാഖ് ശരിയാണെന്നും നമ്മൾ വിശ്വസിച്ച ആളാണ്. കൊണ്ട് എന്തുവേണം? ഇന്നഹു ഹഖുല്ലാഹി തആല, അത് അള്ളാന്റെ ഹക്കാണ്. ഇയാളുടെ ഈ സമർത്ഥനം കൊണ്ടോ അല്ലെങ്കിൽ ദലീൽ കാട്ടൽ കൊണ്ടൊന്നും നീങ്ങുന്നതാ അല്ല. കൂടാതെ വലിയ ഇഖ്ദാമഹു അലൽ അഖ്ദി യഖ്തദി ഇഅ്തിറാഫഹു ഇസ്തിജ്മായി വതവറാത്തിഹി. അവൻ അഖദിനെ ഒരുമിച്ച് വന്നില്ല. അത് ഒരാളുടെ അഖദ് കണ്ടാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എല്ലാ സുഹൃത്തും ഒരുങ്ങിയിട്ടുണ്ടെന്ന ഒരുങ്ങാൻ ബാക്കിയുണ്ട്. പിന്നെ എന്താ ഇപ്പൊ നിക്കാഹ് കഴിക്കാൻ അവന്റെ മുന്നിടൽ അഖദിന് വേണ്ടി ഒരു ഒരുങ്ങി വന്നത്. ഈ ഇപ്പം വന്നതല്ല, നേരത്തെ നേരായ രൂപത്തിലല്ലേ അഖദ് സംഘടിപ്പിച്ചത്. പിന്നെ അവിടെ തകരാറുണ്ട് എന്ന് പറയുന്നത് എങ്ങനെ? അവന്റെ ഇഖ്ദാം യഖ്തദി, ആ ഇഖ്ദാം തേടുന്നു. ഇഅ്തിറാഫു ഇസ്തിജ്മായി വതവറാത്തി, എന്തെല്ലാം വതവറാത്തുണ്ട് അതെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട് എന്നല്ലേ ആരുടെ കളിയിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാകുമോ? ഒരാളെ പണിയെടുക്കുമ്പോൾ എല്ലാ ശുറൂത്തും പൂരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇത്ര ഉത്സാഹം. ഒരു മടിയും ഇല്ലാണ്ട് ഇവൻ അഖദിന് ഒരുങ്ങിച്ചു വന്നല്ലോ. അപ്പൊ എല്ലാ വതവറാത്തും ഇവിടെ എന്തായിട്ടുണ്ട് എന്നല്ലേ നമ്മൾ കരുതല്. അങ്ങനെ കരുതിയിട്ടുണ്ട്. ലമാനിന്റെ ബാബിലുണ്ട് 5246 കിതാബുൽ ലമാൻ 5246 ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. 5246 ഇത് ഹവാലന്റെ ബാബിൽ വേറെയും പറഞ്ഞിട്ടുണ്ട് 5235. അതാണ് ഒരു അഖദിന്റെ മേലെ മെനക്കിടുന്നത് കാണുന്നുണ്ട് എങ്കിൽ ബാഹ്യമായിട്ട് എന്താ കണക്കൂട്ടണ്ടി? എല്ലാ സുഹൃത്തുക്കളും എന്തായിട്ടുണ്ട്? 5246 5235 അഞ്ചെടുത്തോ. അവന്റെ ആ കളിയും ചാട്ടവും കാണുമ്പോൾ ഇതാ അതെ. അള്ളമാൻ മുതളമ്മിനുൻ ലിഇതിറാഫിഹി ബിവുജൂദി ശറായിതിഹി. വയക്ഫി ഫീ ശുറൂതിഹി ഇഅ്തിറാഫുല്ലാഹി ബിഹി വഇൻ ലം യസ്ബുത് അൽ മദ്മൂനി ശൈഉൻ വലില്ലമാൻ മുതളമ്മിനുൻ ലിഇതിറാഫിഹി ബിവുജൂദി ശറായിതിഹി. ഒരാളുടെ പ്രവൃത്തി ഭംഗിയായി നടക്കുന്ന കാണുമ്പം എന്താ മനസ്സിലാക്കേണ്ടത്? സുഹൃത്തുക്കൾക്ക് ഭംഗം വന്നിട്ടില്ല, അവനൊരു ജാള്യതയില്ലാണ്ട് ഈ അമൽ ചെയ്യാൻ നിന്നല്ലോ. 235 ഹവാലയിലും പറയുന്നുണ്ട് ഇതേ സംഘം. എന്താണ് ഹവാല? കിതാബുൽ ഹവാല 5235 പറയുന്നു. എന്താണ്? ഒരാള് ഒരു ധൈര്യക്കുറവും ഇല്ലാണ്ട് ഒരു അമലിലേക്ക് പ്രവേശിക്കുകയോ സമർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? സുഹൃത്തുക്കളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു ഈ പറഞ്ഞതിന്റെ തേട്ടം സമാവുഹ മിമ്മൻ സബജഹു വലിയുഹു. സമാവുഹ ബയ്യനത്ത് സ്വീകരിക്കും. മിമ്മൻ സബജഹു വലിയുഹു. ഇവിടെ സുമ്മ തവാഫഖാ എന്നല്ലേ പറഞ്ഞു. അവർ സൗജു എന്നാ പറഞ്ഞത്.
ആരെപ്പറ്റി മുണ്ടുന്നില്ല. അപ്പൊ എന്ത് കിട്ടും? ദൗജത്തിന്റെ അല്ല, ദൗജത്തിന്റെ 233 ദൗജത്ത് പറയേണ്ടയില്ല. വലിയനെ എന്താക്കാം? വയ്യത്ത് കൊണ്ട് തെളിയിക്കാം. എന്ത്? സമാഉൽ ബയ്യിനത്തി ബി ഫസാദിൻ നിക്കാഹ് മിമ്മൻ സബജഹു വലിയു. മിമ്മൻ സബജഹു വലിയു. وقضيته سماعها ممن زبجه وليه. വലിയന്നെ ഇഖ്ദാമഹു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ എന്ത് കിട്ടുന്നുണ്ട്? ബയ്യിനത്ത് സ്വീകരിക്കണം, നിക്കാഹ് ഫാസിദാണ്. വലിയ കെട്ടിച്ച രൂപത്തിൽ. വലിയ എന്താ കെട്ടിച്ചത്? പ്രായം പറഞ്ഞിട്ട് വലുതായ ശേഷം എന്തായി? വലിയിൽ നിന്നാകാന്നല്ല പറഞ്ഞത്. ഈ എണ്ണ ഇഖ്ദാമഹു അവൻ കെട്ടാൻ വേണ്ടി ഒരുങ്ങിയിട്ട് വരത്ത് അല്ലേ? അപ്പോ അന്ന് കബൂൽ ചെയ്തത് ആരാണ്? വലിയാണ്. ആടെ ഇതേപോലെ ഇഖ്ദാമുണ്ടാ? അപ്പൊ ഇന്ന് മയത്തടുത്ത് സംസാരിച്ച എന്താ കിട്ടല്? വലിയന്റെ ഇഖ്ദാമഹു അവന്റെ ഇഖ്ദാമ്. എന്തിന്റെ മേലെയുള്ള ഇഖ്ദാമ്? അത് യഖ്തലി ഇഅ്തിറാഫഹു ബിസ്തിജ്മായി വതവറാത്തിഹി. അത് സൗജന്യ വന്നിരുന്ന് കബൂലാക്കിയെടുത്തല്ലേ? സമാവൈനത്ത് സ്വീകരിക്കുക തന്നെ വേണം. പുതിയാപ്പള പറഞ്ഞാൽ നിമ്മൻ അയാൾക്ക് വേണ്ടി നിക്കാഹ് കബൂലാക്കിയത് ആരാണ്? ആടാ ഇതേ പുതിയാപ്പള ഇഖ്ദാമായി വരണം. എന്ത് വേണം? ഇത് പക്ഷെ ഓരപ്പ വീട് കൊണ്ടേർത്ത് ഉരുകായാലും അന്ന് എനിക്ക് അന്നേരം പറഞ്ഞുകൊണ്ട് ഞാൻ അന്നേരം എനിക്ക് വേണ്ടി സ്വീകരിച്ചു. എൻ്റെ പിതാവല്ലേ? അവൻ്റെ ഇഖ്ദാമ് കാണുമ്പോൾ സുറൂത്ത് പൂർത്തിയായിന്നല്ലേ? ഇവൻ ഇഖ്ദാമായി വന്നിട്ടുണ്ടോ? അവനിക്ക് വേണ്ടി കബൂൽ ചെയ്തത് ആരാണ്? അപ്പോൾ എന്താക്കാം? അലീസ മുറാദൻ അങ്ങനെയില്ല. ഇല്ല 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 അങ്ങനെയില്ല. അതുകൊണ്ട് എന്നാ പറയാം. ഇഖ്ദാമഹു എന്ന് പറഞ്ഞാൽ തെളിവ് പറയണ്ട. ആ തെളിവ് പറയുമ്പോ ഇവൻ ചെറുപ്പകാലത്താണ് ഇവന്റെ മംഗലം കഴിഞ്ഞത്. അന്ന് ഇവനല്ല കബൂൽ ചെയ്തത്. പിന്നെ ആരാണ്? അപ്പൊ ഇഖ്ദാമ് ഓനിരിക്കുന്നുണ്ടായിട്ടുണ്ട്, അതോരിക്കുന്നു. അപ്പൊ വലുതായ സ്വീകരിക്കണം എന്നെല്ലാം കിട്ടിപ്പോവും. അതുകൊണ്ട് അങ്ങനെ വേണ്ട, ആ ഇല്ലത്ത് പറയണ്ട. എന്ന് പറഞ്ഞാൽ രണ്ട് തൈലീല് കൊണ്ട് മുലിമ ഇത്തിലാക്കി കൗലി സബീലി. രണ്ടില്ലത്താ പറഞ്ഞത്. ഹഖുല്ലാഹി തആല ഒന്ന്. ഇന്നെ ഇഖ്ദാമു യഖ്തദീന്ന് രണ്ട് ഇല്ലത്ത് കൊണ്ടും തകർന്നു ഉണ്ട് ബോധ്യപ്പെട്ടു. ലഅഫു ഇത്തിലാഖി ഖൗലി സബീലി. സബീലിയുടെ ഖൗൽ എന്താണ്? ഇത്തിലാഖ് ലൈഫ സ്വീകരിക്കൂല. സബീലി പറഞ്ഞിട്ടുണ്ട് സ്വീകരിക്കണം. ലൈഫ രണ്ടില്ലത്താ ഇപ്പം പറഞ്ഞത്. രണ്ട് ഇല്ലത്ത് കൊണ്ട് ബോധ്യപ്പെട്ടു. എന്ത്? ഒരു ഇല്ലത്ത് കൊണ്ട് ബോധ്യപ്പെടൂല. രണ്ട് ഇല്ലത്ത് കൂടെ കൂട്ടുമ്പം വെളിമ ഇത്തിലാഖി ഖൗലി സബീലി തുസ്മഅ ബയ്യിനതുഹു ഇൻ ബയ്യനതി സബബാൻ വലം യസ്ബിഖ് മിൻഹു ഇഖ്റാറു ബിസിഹതിഹി എന്ന് അലൽ ഇത്തിലാഖ് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാവോ? ഇന്നലിമാ അൽ മുഫ്സിദ. പക്ഷെ ആരെന്ത് പറഞ്ഞാലും ഇതെല്ലാം നിങ്ങൾ വായുകൊണ്ട് പിടിക്കുന്നതല്ലേ. സാക്ഷിക്ക് തകരാറുണ്ട് എന്ന് രണ്ടാക്കും നീറ മാർഗത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. സാക്ഷി കള്ളുമുടിയനാണ്. നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ നേർക്ക് നേരെ കെട്ടിക്കൂടെ? ഇവരൊന്നും കാണാതെ ബോധ്യപ്പെടുത്തി.
ഇവർ അനുവദിക്കൂല എന്നല്ലേ ഉള്ളൂ. തെറ്റുവല്ലോ. ജാസലഹുമ അൽ അമലു ബിഖദിയതിഹി ഫാത്തിമ. കാരണം ഇവർക്ക് ഹക്കായിട്ട് അറിയാലോ ഇവരുടെ നിക്കാഹിന് അന്ന് നിന്ന സാക്ഷികൾ എന്തല്ല. പക്ഷെ നാട്ടുകാർ സ്വീകരിക്കുന്നില്ല, ഇവരെ കൊണ്ട് തഹലീലെടുപ്പിക്കുന്നു. ഇവർക്ക് ഇപ്പൊ നേരെ തന്നെ ഈ പെണ്ണിനെ കെട്ടിക്കൂടെ? വേറെ നിങ്ങൾ നാട്ടിലേക്ക് പോയാൽ പോലെ. തഹലീലിന്റെ ആവശ്യം വരാം. എന്തുകൊണ്ട്? ആദ്യത്തെ നിക്കാഹ് ശരിയല്ല, ആ നിക്കാഹ് ശരിയല്ലെങ്കിൽ പിന്നെ ചെല്ലിയ പോകുന്നതല്ല, ശരിയല്ലല്ലോ. ലാക്കിൻ ഇദാ അലിമ ബിഹിമൽ ഹാക്കിമു ഫറഖ ബൈനഹുമാ. ഈ മംഗലം കഴിക്കുന്നത് ആരറിഞ്ഞ് എന്നാ വേർപെടുത്ത് തന്നെ ചെയ്യും. അതെ, ഹാക്കിമിനോട് പറഞ്ഞ് ഇങ്ങനെ ഞാൻ നിൽക്കാതെ കഴിച്ചേ, ഹാക്കിമ് പിടിക്കോളൂ. ഹാക്കിമ് ജനബാഹുല്യത്തെ മാത്രമേ പിന്തുടരുന്നു. അപ്പൊ ഇങ്ങനെ നിക്കാഹ് ചെയ്താൽ വേർപെടുത്തി കളിയും. അത് അറിഞ്ഞാൽ ഹാക്കിമിനെ ഒട്ടിക്കാൻ കഴിയില്ല. ഹാക്കിമെ ലാഹിരിയായ വിധികൊണ്ട് മുന്നേറും. അപ്പൊ ഇവരുടെ നിക്കാഹ് എന്താക്കും? ആ പേജിലുള്ള ഇബിന് ഖാസിം ഒന്ന് ശരിയാക്കണേ. രണ്ടാം പേര് എന്താ ഉള്ള? ഇബിന് ഖാസിം രണ്ടാം പേര് ഖദിയത്തുഹുന്റെ وبهذا يرد بحث الغزي. ഇതിനപ്പുറം അച്ചടിപ്പേഴ് 233 അതിലുണ്ടാവില്ല. അതിലെന്താ ഉള്ള രണ്ടാം വഴി? ഖദിയത്ത് കോലിന്നല്ല, അതിന്റെ ബ്രാക്കറ്റിനുള്ളിൽ എന്താണ് ഖദിയത്ത് ഹൂന്നുണ്ട്. ഖദിയത്ത് ഖദിയത്തുഹൂൻ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഖദിയത്തുഹൂൻ അതെന്തേ കനലീരിഹില്ലാത്തി ഖുബൈല ഫസ്ലി തഅലീഖി തലാഖി ബിൽ അസ്മിന. ഇതേ മസ്അല തഅലീഖു തലാഖി ബിൽ അസ്മിനയിൽ പറഞ്ഞിട്ടുണ്ട്. ഹാക്കിം അറിയാതെ അവർക്ക് അണ്ടർലെന്താക്കാം, അങ്ങനെ കഴിഞ്ഞ് ജീവിക്കാം. ഹാക്കിം പറഞ്ഞാൽ വിട്ടുകൊണ്ട് പോകും. തലാഖിന്റെ വാവിലുണ്ട് 886. ഒരാൾ തലാഖ് ചെല്ലിന് പോലും ഇത് കോടതിയിൽ ബുക്കിംഗ് ഉണ്ട് പോലും തലാഖ് സംഭവിച്ചതായിട്ട്. ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തുടരുന്നു. അന്നേരം ആര് വേർപെടുത്തി കളിയും. കാരണം ഹാക്കിം ഇവരുടെ ഉള്ളുകളിൽ ഇവരുടെ മനസ്ഥിതിയും ഒക്കെ 886 886 ആ മസല കിടന്നിട്ടുണ്ട്. ഇതിന്റെ നലീർ വരുന്നുണ്ട്. അവിടെയും ഹാക്കിം എന്താക്കിയിട്ടുണ്ട്. അതേ സമയത്ത് യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കളായിട്ട് തുടരാനും പറ്റും. ഖുബൈല ഫസ്ലി തഅലീഖി തലാഖി ബിൽ അസ്മിന. തഅലീഖു തലാഖി ബിൽ അസ്മിന എന്ന് പറഞ്ഞൊരു ഫസ്ലില്ലേ, അതിന്റെ നേരെ മേലെയുണ്ട് 886. എന്തുണ്ട്? തലാഖ് ചൊല്ലിന് പോലും നമ്മളേക്ക് യഥാർത്ഥം പരിശോധിക്കുമ്പോഴേക്ക് എന്തല്ല തലാഖ് ഒന്നുമല്ല. തലാഖ് അല്ലാതിരിക്കാൻ തക്കതായ കാരണമുണ്ട്. പക്ഷേ ജനങ്ങളും കോടതി എന്ത് സമർത്ഥിക്കുന്നു? എന്നാൽ ഇവനിക്ക് പോയിട്ട് ഭാര്യ ഭർത്തൃ ബന്ധം ജീവിക്കാം. ഹാക്കിം പറഞ്ഞാലോ എന്നാൽ കാഫി എന്ന കിതാബിനെ തൊട്ട് ഖവാരിസ്മിന്റെ കാഫിയെ തൊട്ടുണ്ടല്ലോ. ഈ ആണിനെ പറ്റിയോ ഈ പെണ്ണിനെ പറ്റിയോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. അതോ നമ്മൾ കുരുമാരാക്കണ്ട. ഭാര്യ ഭർത്തൃബന്ധം
തുടർന്നവർ തുടർന്നോട്ടെ. ഓരെന്തെങ്കിലും വജീ കണ്ടിട്ടുണ്ടാവും, എന്നാ വെക്കേണ്ടി വരും. അതോ അത് ഏമൽ വരാകയില്ല ഹാക്കി. അങ്ങനെ മാപ്പ് കൊടുക്കൽ ആരെ കൊടുക്കും? എന്നാലാനത്തെ സാധാരണക്കാരെ മറ്റിയാക്കണ്ട. നിങ്ങളെങ്ങനെ സൗജായത്, നിങ്ങളെങ്ങനെ സൗജത്തായത്, ഇന്ന് തലാക്ക് ചെല്ലിയിട്ടില്ലേ എന്നൊക്കെ ശ്രമിച്ചെത്തുന്ന ആരും നിൽക്കണ്ട. അനാന്നഹു മുനാസഅ്, ഇന്നത്തെ കാഫിയിലുള്ളത് മുനാസഅയാണ്. ഫീ കൗനിഹി ഫീഹി, അതിലങ്ങനെ ഉണ്ടോ? പിന്നമാഹു വഹ്സില്ല അസ്റായി, കാഫിയിൽ കൊടുത്തു തന്നെ അസ്റായിന്റെ ഒരു വഹ്സ് മാത്രമാണത്. അല്ലാണ്ട് കാഫിയിൽ സത്യസന്ധമായി തെളിയിച്ചിട്ടുണ്ടോ? സുഖി ഇമാമ് കബൂല ബയ്യനത്തി, ഓന്റെ ബയ്യനത്തെല്ലാം സ്വീകരിക്കണം. ഇതാലം എഴുതി നിക്കാഹൻ, അവൻ പുതിയ നിക്കാഹ് കഴിക്കാനൊന്നല്ല, ജാൽസുറ്റാലും നിക്കാഹൊന്നും കഴിക്കൂല. പിന്നെന്ത്? നിക്കാഹ് ശരിയല്ല എന്ന് പറയുമ്പോൾ മഹറിൽ നിന്ന് രക്ഷപ്പെടാം. അത് മാത്രമേ ആർക്കും മുറാദുള്ളൂ. എന്നാ പറ്റും പോയി സ്വീകരിക്കണം. നേരത്തെ ചെയ്ത നിക്കാഹ് എന്തല്ല, അപ്പൊ എന്ത് കൊടുക്കാണ്ട് രക്ഷപ്പെട്ട്? അപ്പൊ ചില്ലറ പൈസ ഇല്ലെന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ പറഞ്ഞതാണ്. അല്ലാണ്ട് എന്തല്ല കയ്യിൽ ഒഴിവാക്കി ഇനിയിപ്പം കെട്ടാനാ കെട്ടൂല എന്നർപ്പുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെയും ഐ വലം ഹാക്കിമിന്റെ അടുത്ത് ഈ നിക്കാഹ് ശരിയാണ്, ഇത് നോക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉച്ചത്താക്കി പിടിക്കും. അവളുടെ വൈകിട്ട് സ്വീകരിക്കാം. നേരത്തെ പറഞ്ഞില്ലേ അവളുടെ കാര്യം വരുന്നുണ്ട്. ഇതാറാദത്ത് വഅദൽവത്ത് മഹ്റൽ മിസ്ലി, അവള് സമ്പാദിക്കാനാണ് നോക്കുന്നത്. മഹ്റൽ മിസ്ലി കിട്ടാൻ നിക്കാഹ് ശരിയല്ല എന്ന് പറയുമ്പോൾ ഈ ചെയ്ത വസ്തുവിന് എത്ര കിട്ടും? അതെപ്പാന്ന് അവളുടെ വാദം ഉപകാരപ്പെടൽ. വകാന അക്സറ മിനൽ മുസമ്മാ, മജ്ലിസിൽ പറഞ്ഞതിനേക്കാണ് ഏറിയ ഖദറാണ് ഏത്? എന്നാലേ ഫായിദുള്ളൂ. നിക്കാഹ് ശരിയല്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കിട്ടിപ്പോയാൽ എന്തായി? മഹ്റിൽ മിസ്ല് കിട്ടും. ആ മഹ്റിൽ മിസ്ല് എന്തായിട്ട് കാണുന്നുണ്ട്? നമ്മ പെണ്ണ് സംസാരിച്ച്, പെണ്ണിനെ നീ അങ്ങനെ കഴിക്കാറെന്നല്ല, ഇതും വേണ്ട, പെണ്ണിന് കിട്ടുന്ന സംഖ്യ കുറച്ചധികം കിട്ടാൻ. കഴിഞ്ഞ നിക്കാഹ് ശരിയെന്നെ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഖദറിനേക്കാണ് അധികം കിട്ടും. എപ്പോ ബഹുവ മുത്തജിഹുൻ, ശരിയെന്നല്ലേ? അവിടെയും എന്ത് വേണം? അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാക്കിമിന്റെ മുമ്പിൽ ഈ ചെയ്ത നിക്കാഹ് ശരി തന്നെയാന്ന് നോക്കാനൊന്നുമില്ല എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പറയാൻ പറ്റോ? സുഖീമാമിന്റെ വഹ്സ് പ്രകാരം യുറദ്ദു, ഉസീന്റെ വഹ്സ് തള്ളപ്പെടും. എന്താ ഉസി പറഞ്ഞിന്? ഓളെ മയ്യത്ത് എന്തായാലും സ്വീകരിക്കാൻ, എന്തായാലും നല്ല പറഞ്ഞു. മഹറിന്റെ വിഷയത്തിൽ എന്നാ പറഞ്ഞത്. അതെന്നെ ഇഖ്റാർ മുൻകടന്നിട്ടില്ലെങ്കിൽ അതൊന്നും ഉസി പറയുന്നില്ല. ഓള് പറഞ്ഞാൽ സ്വീകരിച്ചോളിയുന്നു. എന്താണ് ലൗ ഖീമത്ത് അവളെന്താക്കി? മയ്യത്തിന് നടത്തപ്പെട്ടു. നിദാലിക്ക എന്താണ്? وحكم بفساده ഇതനുസരിച്ച് ലൗ ഖീമത്ത് എന്താണ്? ലൗ ഖീമത്ത് ലിദാലിക എന്താണ്? ലിദാലിക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം അവിടെ ലിദാലിക്കകത്ത് അതെ സൗജിന് എത്ര ഏറാകത്തുള്ളൂ? നിക്കാഹിൽ നിന്ന് മഹറിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വരും. ഇല്ലെങ്കിൽ അതെ അത് മാറ്റിയതാകുമ്പോൾ
ഭർത്താവുമ്പോൾ അത്തഖല്ലുസുമിനെ മഹദ്, ഇവളാകുമ്പോൾ ഫസാദി പറയപ്പെടുകയും ചെയ്തു. എന്ത് എന്നാൽ ലമ്യത്തഫി മാവജബിനത്തഹരി, ഇവിടെയും നേരത്തെ പറഞ്ഞു വെച്ച അള്ളാന്റെ ഹക്ക് നീങ്ങി കിട്ടൂല ഈ പറക്കൽ കൊണ്ടൊന്നും. എന്താണ് തഹരീൽ അടുപ്പിക്കും. കാരണം തഹരീലിൽ നിന്ന് വിരണ്ടോടാനുള്ള ഒരു സൂത്രമായിപ്പോകും ചിലപ്പോ. അഹ്കാം തന്നെ വയലാകും, അവരിലേക്ക് ചേർത്തിട്ട് അങ്ങനെ അള്ളാന്റെ ഹക്കിലേക്ക് ചേർത്തി അങ്ങനെ നേരത്തെ പറഞ്ഞിട്ടില്ലേ. അവരുടെ അനുഭവത്തിൽ ഒന്ന് വേറെ, അള്ളാന്റെ ഹക്കിൽ ഒന്ന് വേറെ എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഇവിടെ തീർച്ചയായും നിക്കാഹ് ബാത്തിലാണ് എന്ന് ഉറപ്പിച്ചാൽ തന്നെ നമ്മളെന്തർപ്പിക്കും. കെട്ടുന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവരുടെ സമർത്ഥനം കൊണ്ടൊന്നും അള്ളാന്റെ ഹക്ക് ചെയ്യാൻ യാതൊരു മാർഗം ഉണ്ടാവോ? ഇത്രയും പറഞ്ഞതിൽ നിന്ന് കിട്ടുന്നു ലൗ തലഖഹ അന്നഹു ലൗ തലഖഹ. എന്നിട്ട് എന്നിട്ട് ثم عادها പണ്ടത്തെ ചേച്ചി ബാക്കിയേ കൊടുക്കുള്ളൂ. ഇനി 3 തലാഖ് കൊടുക്കോ? പണ്ടത്തെ നിക്കാഹ് ബാത്തിലാണെന്ന് സമർപ്പിച്ചാൽ 3 തലാഖ് കിട്ടാനുള്ള സൂത്രമായി പോകും. അവിടെ നമ്മൾ പിടിച്ചു വെക്കും. നമ്മൾ ഇനി ഇത്ര തലാഖേ കൊടുക്കും. നേരത്തെ തലാഖ് നിക്കാഹ് ശരിയാണെങ്കിലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്നുണ്ട്. നോക്ക്, പെണ്ണിനെ തലാഖ് ചൊല്ലി ഞാൻ കെട്ടിയത് തന്നെ ശരിയായിട്ടില്ല എന്നാ ഇപ്പം കാണുന്നു. എന്നാല് രണ്ടേ ഉണ്ടാവും. എന്റെ ഇസ്കാത്ത തൽക്കത്തി ഒരു തലാഖ് കുറക്കുക എന്നത് അള്ളാന്റെ ഹക്കാണ്. അത് എന്ത് വൈകീനത്ത് കാണിച്ചാലും അതിനപ്പോ ഉപകാരം കിട്ടോ? നേരത്തെ തഹരീരി പറഞ്ഞ പോലെ എന്താവും? കാരണം ഇനിയും 3 തലാഖ് കിട്ടാനുള്ള സൂത്രമായിരിക്കും കൊണ്ട് ഇനി 2 കൊടുക്കുള്ളൂ. നേരത്തെ നിക്കാഹ് തന്നെ ബാത്തിലാണ്, നേരത്തെ തലാഖും ബാത്തിലാണ്. എന്നാ കണക്കനുസരിച്ച് എനിക്ക് കെട്ടിയാൽ 3 വേണ്ടേ? കൊടുക്കൂല. പിന്നെ പക്ഷേ വയത്തമിലോ 3 കൊടുക്കാനും സാധ്യത ഉണ്ട്. കാരണം തീരെ നിക്കാഹ് മതിയായി നിക്കാഹിലേക്ക് പ്രവേശിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോ ഒന്ന് പിടിച്ചു വെക്കണ്ട, തഹലീലിന്റെ അടുത്ത് മാത്രം പിടിച്ചാൽ മതി എന്ന അഭിപ്രായമുണ്ട്. ഇപ്പൊ എന്താവും? ഇപ്പൊ എന്തായി? 3 ഇല്ലേ?